Hello everyone, welcome back to my channel JSpoke. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എവറിത്തിങ് ഈസ് ബാക്ക് ടു നോർമൽ. സ്കൂൾസ് ഒക്കെ ഓപ്പൺ ചെയ്തു, അതുപോലെ തന്നെ കോളേജസും ഓഫീസിലൊക്കെ എല്ലാവരും പോകാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാ പെൺകുട്ടികൾക്കും മസ്റ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഓൺ എ ഡെയിലി ബേസിസിൽ. അവർക്ക് എപ്പോഴാണ് യൂസ്ഫുൾ ആവാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ എന്താ പറയാ മൈൻഡിൽ വെച്ചുകൊണ്ട് ഞാനൊരു എസെൻഷ്യൽ കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. അപ്പൊ ഞാൻ മെയിൻലി ക്യാരി ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഞാൻ ഈ കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്നുള്ള സാധനങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ഞാൻ 10 പ്രോഡക്ട്സ് ആണ് ഈ ഒരു എസെൻഷ്യൽ കിറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു, ഓൾ ദ ഗേൾസ് ഔട്ട് ദെയർ. അപ്പോൾ ഈ ഒരു എസെൻഷ്യൽ കിറ്റിനകത്ത് ഞാൻ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാം. പക്ഷെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താഴെ കാണുന്ന ഈ റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ആയിക്കോളും. അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. സോ ദാറ്റ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പൊ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഇതാണ് ഞാൻ ക്യാരി ചെയ്യുന്ന എന്റെ എസെൻഷ്യൽ കിറ്റ്. ഇതിനകത്ത് എന്റെ എല്ലാ പ്രോഡക്ട്സും ഇൻ കേസ് എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ആവശ്യമുണ്ടെന്നുള്ള എനിക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഒരു പൗച്ചിലാണ് ക്യാരി ചെയ്യാറ്. ഈ പൗച്ച് വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. ഇത് ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഓഫീസ് മേറ്റ്സ് ലൈക്ക് ഓഫീസിലെ കൊലീഗ്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലൈഫ് സ്റ്റൈലില് ആ ഒരു ഓൺലൈനിൽ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അത് ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൗച്ചസ് ഒക്കെ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്, അപ്പൊ ചെക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് ഇതിന്റെ സെയിം ലിങ്ക് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ആയിട്ട് ഞാൻ എന്റെ എസെൻഷ്യൽ കിറ്റിൽ ആഡ് ചെയ്തേക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം ട്രാവൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പോവുകയാണെങ്കിലും സ്കൂളിൽ പോവുകയാണെങ്കിലും എസ്പെഷ്യലി നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മുടി എന്തായാലും കേടാവും, അല്ലെങ്കിൽ ഫുള്ളും കെട്ടുകൂടുങ്ങാനും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ചുരുണ്ടുകൂടി കിടക്കും. അപ്പൊ നമുക്ക് ആ ഒരു നീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാറില്ല. അപ്പൊ കോംബ് ഇസ് ഓൾവേസ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് നമ്മുടെ എസെൻഷ്യൽ കിറ്റിനകത്ത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഈ ഒരു സാധനം ക്യാരി ചെയ്യാറുണ്ടാവും. അവിടുത്തെ ഇവിടുത്തെ കിളികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, കൈൻഡ്ലി ഇഗ്നോർ ചെയ്യുക. ബിക്കോസ് ഞാൻ താമസിക്കുന്നിടത്ത് കുറച്ച് അങ്ങനത്തെ ഒരു പ്ലേസ് ആയതുകൊണ്ട് സൗണ്ട് ഉണ്ടാവും. ഐ ക്യാൻ നോട്ട് ഡു എനിത്തിങ്, സോറി ഫോർ ദാറ്റ് സൗണ്ട്. ഓക്കെ ഗൈസ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് വന്നിട്ട് ഞാൻ എന്റെ എസെൻഷ്യൽ കിറ്റിൽ ക്യാരി ചെയ്യുന്നത് ഇതാണ്. ഇത് മൂന്നിനെയും ഞാൻ ഒരൊറ്റ സിംഗിൾ കാറ്റഗറി ആയിട്ടാണ് കേട്ടോ കൂട്ടിയേക്കുന്നത്. ഇത് വന്നിട്ട് സാനിറ്ററി പാഡ്സ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് കാർമസി സെൻസിറ്റീവ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സാനിറ്ററി പാഡ്സ് ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഇതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു പാഡ്സിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അറ്റ് ദ സെയിം ടൈം കെമിക്കൽ ഫ്രീ ആൻഡ് റാഷസ് ഫ്രീ ആയിട്ടുള്ള ഒരു പാഡാണ്. 100% കോട്ടൺ ആണ്. അത് മാത്രമല്ല ഇത് 100% റാഷ് ഫ്രീ ആണെന്നുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് റാഷസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പാഡ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു പാഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പൗച്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാരി ചെയ്യാനായിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. വേറെ കവറൊന്നും എടുത്ത് പൊതിഞ്ഞ് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതാണ് ക്യാരി ചെയ്യുന്നത്. ആൻഡ് ഫോർ ദ പാസ്റ്റ് 6 months ആയിട്ട് ഞാൻ ഈ ഒരു പാഡ്സിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ എം വെരി വെരി കംഫർട്ടബിൾ വിത്ത് ദിസ് പ്രോഡക്റ്റ്. സോ ഇതാണ് ഞാൻ ക്യാരി ചെയ്യുന്നത്. സെക്കൻഡ് തിങ് വന്നിട്ട് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഞാൻ ക്യാരി ചെയ്യുന്നത് പാൻറ്റി ലൈനേഴ്സ് ആണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു സമയം, അതായത് ഫസ്റ്റ് 2 to 3 days നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനുശേഷം മേ ബി സ്പോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് പാഡ്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് ഭയങ്കര നഷ്ടമാണ്, അറ്റ് ദ സെയിം ടൈം അൺകംഫർട്ടബിൾ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പാൻറ്റി ലൈനേഴ്സ് സ്പോട്ടിങ് ഡേയ്സിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ആ 7 days ഉണ്ടാകുന്ന സ്പോട്ടിങ്ങിനും അതുപോലെ തന്നെ പീരിയഡ്സ് ആവുന്നതിന് മുന്നേ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, ഇന്നാവുമോ നാളെ ആവുമോ, അങ്ങനത്തെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡേയ്സിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു പാൻറ്റി ലൈനേഴ്സ്. ഇതും വന്നിട്ട് കാർമസി സെൻസിറ്റീവ് ഈ ഒരു ബ്രാൻഡിന്റെ തന്നെയാണ്. ഇതിന്റെ ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് ഭയങ്കര അഫോർഡബിൾ മാത്രമല്ല ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മളുടെ ആ ഒരു ഇന്റിമേറ്റ് ഏരിയ, ആ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആണ് അവിടെ. അപ്പൊ നിങ്ങൾക്ക് വേറെ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈ സെയിം കാറ്റഗറിയിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് നുവയുടെ ക്രാമ്പ് കംഫർട്ട് എന്ന് പറയുന്ന സെൽഫ് ഹീറ്റിംഗ് പെയിൻ റിലീഫ് പാച്ച് ആണ്. പീരിയഡ് സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
നമ്മളെ ക്രാംസ്, പീരിയഡ് ക്രാംസ് വളരെ പെയിൻഫുൾ ആണ്. ആൻഡ് എസ്പെഷ്യലി ഇപ്പോൾ സ്കൂളും കോളേജസിലൊക്കെ എല്ലാവരും പോകാൻ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ആ ഒരു ഹോട്ട് ബാഗ് ഒന്നും വെച്ച് നമുക്ക് പറ്റില്ല, അതത്ര ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിത് ഓൾമോസ്റ്റ് ലാസ്റ്റ് 3 months ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ആൻഡ് എനിക്ക് വളരെ കംഫർട്ടബിൾ ആൻഡ് എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നി. ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനകത്തൊരു പാഡാണ്, ഹീറ്റിംഗ് പാഡാണ് ഉണ്ടാവുക. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പാഡ് ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആ പാഡ് നിങ്ങൾക്ക് പെയിൻ ഉള്ള ഏരിയ, ലൈക്ക് നമ്മൾ സ്റ്റമക് ടമ്മി ഏരിയൻ്റെ അവിടെ നമുക്കിത് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. ആൻഡ് ഇത് 40 to 50 degrees Celsius വരെ ഹീറ്റ് ആവും. ആൻഡ് 8 മണിക്കൂറോളം നിങ്ങൾക്ക് ഈ ഒരു അതിൻ്റെ ഒരു ഹീറ്റ്നെസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് മെഡിസിൻസും അതുപോലെ ഈ ഒരു എന്താ പറയുക ഹോട്ട് ബാഗ്സിനൊക്കെ പകരം യൂസ് ചെയ്യാവുന്ന ഒരു ഭയങ്കര എന്താ അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണ്. വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇത് നുവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. കാർമസി സെൻസിറ്റീവിൽ ആ ഒരു ബ്രാൻഡിലും ഈ പാച്ചസ് വരുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് ഡിസ്പോസ് ചെയ്യേണ്ട കാര്യവും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം, നമ്മൾ സാധാ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യില്ലേ, ഫുഡ് വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യുന്ന ആ ഡിസ്പോസിങ്ങിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതും ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 299 rupees ആണ്. നിങ്ങൾക്ക് 3 പാച്ചസ് ആണ് ആ പാക്കറ്റിനകത്ത് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ദിവസം ഒന്നേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ഒരെണ്ണം മോർ ദാൻ ഇനഫ് ആണ്. ബിക്കോസ് അപ്പോഴത്തേക്കും നമ്മുടെ പെയിൻ ഒക്കെ നല്ല രീതിയിൽ കുറയുകയും ചെയ്യും, നല്ല കംഫർട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. തേർഡ് ഐറ്റം ഞാൻ എൻ്റെ എസെൻഷ്യൽ കിറ്റിൽ ആഡ് ചെയ്തേക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഹിമാലയയുടെ ഫേഷ്യൽ ടിഷ്യൂസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ക്യാരി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, നോർമൽ ടിഷ്യൂസ് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അതും ക്യാരി ചെയ്യാം. എൻ്റെത് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അതും ഇതിൽ കാണിച്ചു തന്നെ. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഫേഷ്യൽ വൈപ്സ് അല്ലെങ്കിൽ നോർമൽ ടിഷ്യൂസ് യൂസ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് എപ്പോഴാണ് യൂസ്ഫുൾ ആവാന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ബസ്സിലും ട്രാൻസ്പോർട്ടേഷനൊക്കെ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ഒരു ന്യൂ നോർമലിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് ചിലർക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ഇറിറ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക സ്വെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫേഷ്യൽ വൈപ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഫേസിനെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ ഒരു സൂത്തിങ്നെസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് ഞാൻ ക്യാരി ചെയ്യുന്നത്, അതെനിക്ക് എന്താ പറയുക മസ്റ്റ് ഹാവ് ആണ്. ഞാൻ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാറില്ല. ലൈക്ക് അത് വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് റെക്സോണയുടെ ഡിയോഡ്രന്റ് ആണ്. നിങ്ങൾക്ക് ഡിയോഡ്രൻസ് അല്ലാന്നുണ്ടെങ്കിൽ പോക്കറ്റ് പെർഫ്യൂംസ് അവൈലബിൾ ആണ് ഷോപ്സിൽ. അത് ക്യാരി ചെയ്യാവുന്നതാണ്. ബിക്കോസ് നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആവും. ഭയങ്കര ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർ ഭയങ്കര കോൺഷ്യസ് ആവുന്ന ആൾക്കാർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ഡിയോഡ്രൻസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കുറെ നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നല്ല ഫ്രേഗ്രൻസ് ആണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യില്ല. നിങ്ങൾ ഇൻ കേസ് ഇനി സ്വെറ്റ് ചെയ്താൽ തന്നെ ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്യാരി ചെയ്യാവുന്നതാണ്. ഇതന്നെ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. വേറെയും കുറെ ബ്രാൻഡ്സിന്റെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നിവ്യയുടെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് വളരെ നല്ലതാണ്. അതിലാണെങ്കിൽ പല വേരിയൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതും നല്ലതാണ് റെക്സോണയുടെ. ഇത് റീസെന്റ് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇതിന്റെ സ്മെല്ലും വളരെ നല്ലതാണ്. ആൻഡ് ഇതിനൊരു ഇതുപോലത്തെ നല്ലൊരു റോൾ ഓൺ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്മൂത്ത്ലി നമുക്ക് അണ്ടർ ആംസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചിലർക്ക് ഉണ്ട് സ്വെറ്റ് ചെയ്യുമ്പം ചിലർ ആ സ്മെല്ലൊക്കെ കാരണം അൺകംഫർട്ടബിൾ ആവുന്നവർ. അപ്പം അങ്ങനെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പോക്കറ്റ് പെർഫ്യൂം അല്ലെങ്കിൽ ഡിയോഡ്രന്റ് എന്താണോ നിങ്ങൾക്ക് സൂട്ട് ആവുന്നത് അത് ക്യാരി ചെയ്യുക. ഇതൊക്കെ ആകുമ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആണ്. ജസ്റ്റ് 49 rupees നിങ്ങൾക്ക് ഷോപ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇറ്റ്സ് എ വെരി ഗുഡ് എന്താ പറയുക ചോയ്സ് ആണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു ഐറ്റം, ഇപ്പൊ റീസെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത് ക്യാരി ചെയ്യാൻ. ബിക്കോസ് എൻ്റെ ഹെയർ ഇപ്പം സ്മൂത്തൻ ചെയ്തു റീസെന്റ്. അപ്പം പെട്ടെന്ന് കാറ്റൊക്കെ അടിക്കുമ്പോൾ ചില സമയത്ത് ഒരു ഫ്രിസീനെസ് വരാറുണ്ട്. അപ്പൊ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് സ്ട്രീക്സിന്റെ ഹെയർ സെറം ആണ്. ഇത് വന്നിട്ട് സ്ട്രീക്സിന്റെ വൈറ്റലൈസ്ഡ് വിത്ത് വാൾനട്ട് ഓയിൽ. അടിപൊളിയായിട്ടുള്ള സെറമാണ്. ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്ന സെറമാണ്. ഇത് അത്യാവശ്യം വലിയ സൈസിലുള്ള പാക്കേജിങ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മൾ എസെൻഷ്യൽ കിറ്റ് ആകുമ്പോൾ കുട്ടി സൈസിലുള്ള പ്രോഡക്ട്സ് ക്യാരി ചെയ്യാനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ഇത് വെറും 50 rupees ഉള്ളൂ. നിങ്ങൾക്ക് ഈസിലി ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ലീക്ക് ഒന്നും ചെയ്യത്തില്ല. അടിപൊളി പ്രോഡക്റ്റും ആണ്. നിങ്ങൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ലോങ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഹെയർ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഹെയറിന്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറമാണ്. സോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ. നെക്സ്റ്റ് ഞാൻ ക്യാരി ചെയ്യുന്ന പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്.
ഇതൊന്ന് ലിപ് ബാം ആണ്, ഇതൊരു ലിപ്സ്റ്റിക് ആണ്. ഇത് ലൈക്ക് എന്താ പറയാ ടിന്റ് ആണ് കേട്ടോ, ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ്. ഇത് ഞാൻ കാണിക്കാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2-in-1 അല്ലെങ്കിൽ 3-in-1 പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഓഫീസ് ഗോയിങ് ആൾക്കാരാണ് അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവരാണ്, നിങ്ങൾക്ക് ആഫ്റ്റർ കോളേജ് അല്ലെങ്കിൽ ആഫ്റ്റർ ഓഫീസ് എന്തെങ്കിലും പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കേസസിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാം ലുക്ക് അല്ലെങ്കിൽ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാം ആസ് എ ലിപ്സ്റ്റിക്, അതുപോലെ തന്നെ ചീക്സിൽ അപ്ലൈ ചെയ്യാം ആസ് എ ബ്ലഷ്, അതുപോലെ നിങ്ങൾക്ക് ഐ ഷാഡോ ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ 3-in-1 പ്രോഡക്റ്റ് ആൻഡ് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡബ്ബി പോലത്തെ പാക്കേജിങ് വരുന്നതുകൊണ്ട് ക്യാരി ചെയ്യാനായിട്ട് വളരെയധികം നല്ലതാണ്. ആൻഡ് ഇത് വന്നിട്ട് ജസ്റ്റ് ഹെർബ്സിന്റെ ആണ്, 100% വീഗൻ ആൻഡ് നാച്ചുറൽ ഓർഗാനിക് ആണ്. എന്റെ ഷെയ്ഡ് വന്നിട്ട് പീച്ചി കോറൽ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, എല്ലാ സ്കിൻ ടോണിലും ഒരുപോലെ സൂട്ട് ആവുന്ന ഒരു കളറാണ്. സോ വളരെയധികം നല്ലതാണ്, ക്യാരി ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. സോ ഞാൻ ഇത് ഇപ്പം റീസെന്റ് ക്യാരി ചെയ്യാറുണ്ട്. അതർ ദാൻ ദാറ്റ് ഞാൻ ക്യാരി ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ബാം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിപ് ബാം ക്യാരി ചെയ്യാം. ഞാൻ ക്ലിപ്പും കൂടെ ഇട്ടുകൊണ്ട് ലിപ്സ് ഇടയ്ക്കിടയ്ക്ക് ചാപ്റ്റ് ആവാനുള്ള എനിക്ക് കുറച്ചുകൂടെ ചാൻസസ് ഉണ്ടാവാറുണ്ട്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ ഞാൻ എപ്പോഴും ലിപ് ബാം ക്യാരി ചെയ്യാറുണ്ട്. ഇത് വന്നിട്ട് വാദി ഹെർബൽസിന്റെ ഒരു ലിപ് ബാം ആണ്. നല്ലതാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം നല്ലതാണ്. യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് കഴിയാനായി നിങ്ങൾക്ക് പാക്കേജിങ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇനി അടുത്തത് ഓർഡർ ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ എപ്പോഴും ഈവൻ സ്കൂൾ ഗോയിങ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഐ തിങ്ക് ലിപ്സ്റ്റിക്സ് ആർ നോട്ട് അലൗഡ്. സോ ലിപ് ബാംസ് ആർ എപ്പോഴും നല്ലതാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ടിന്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഉണ്ടെങ്കിൽ പിന്നെ ലിപ്സ്റ്റിക്സിന്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ എസെൻഷ്യൽ കിറ്റിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കോമ്പാക്ട് പൗഡർ ആണ്. ഇത് ഒലിവിയയുടെ കോമ്പാക്ട് പൗഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. മെയ്ബിലിന്റെ കോമ്പാക്ട് പൗഡർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് നല്ലൊരു കോമ്പാക്ട് പൗഡർ ആണ്, വലിയ മോശമൊന്നും ഇല്ലാത്ത അത്യാവശ്യം ഫുൾ കവറേജ് ഒക്കെ തരുന്ന ഒരു ടൈപ്പ് കോമ്പാക്ട് പൗഡർ ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി അധികം പറയുന്നില്ല. കോമ്പാക്ട് പൗഡർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മൾ വണ്ടിയിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ് ഒക്കെ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യാൻ, ഇപ്പൊ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അതുപോലെ ഡസ്റ്റ് ഒക്കെ ആവാനുള്ള ചാൻസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടിഷ്യൂസ് വെച്ച് വൈപ്പ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഹൈലൈറ്റിങ് ഒരു ഡൾനെസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ജസ്റ്റ് ഇതിനെ കാണിച്ചു എന്നേ ഉള്ളൂ, ഇതെന്നെ വാങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് സൂട്ടബിൾ ആവുന്ന ഒരു കോമ്പാക്ട് പൗഡർ നിങ്ങൾക്ക് ക്യാരി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ക്യാരി ചെയ്ത ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് വന്നിട്ട് ഹെയർ ആക്സസറീസ് ആണ്. ബിക്കോസ് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഞാനൊക്കെ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എപ്പോഴും ഞാൻ മുടി അയച്ചിട്ടിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ എപ്പോഴും ഹെയർ ടൈ ആണ് ചെയ്യാറ്. അതിന് ഞാൻ യൂസ് ചെയ്യാറ് ഇതുപോലത്തെ ഹെയർ ടൈസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സ്ക്രഞ്ചീസ് ആണ്. ഇത് ഫർ ടൈപ്പ് സ്ക്രഞ്ചീസ് ആണ്. മറ്റേ നമ്മൾ ക്ലോത്തിന്റെ സ്ക്രഞ്ചീസും അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ. ജസ്റ്റ് 20-30 റുപ്പീസേ ഉള്ളൂ ഒരു സ്ക്രഞ്ചിക്ക്. ഇതിനും അത്രയൊക്കെ തന്നെ പ്രൈസ് ഉള്ളൂ. ദിസ് ഇസ് വെരി സോഫ്റ്റ് ആൻഡ് നല്ല രസമാണ്, ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഇതിന്റെ ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്ത് കേടാക്കി. ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുന്നത്. സോ ദിസ് ആർ വെരി കംഫർട്ടബിൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലിപ്സ് ക്യാരി ചെയ്യാൻ പറ്റും. ബിക്കോസ് എപ്പോഴാണ് നമുക്ക് ഹെയർ ആവശ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഇസ് കംഫർട്ടബിൾ. നമുക്ക് വേറൊരാളെ എടുത്ത് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ് ആക്ച്വലി. നമുക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ക്യാരി ചെയ്യുന്നത്. സ്ക്രഞ്ചീസ് യൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടന്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ബ്രേക്കേജസ് വളരെയധികം കുറയും. അതുപോലെ സ്പ്ലിറ്റൻസ്, ഹെയർ പൊട്ടി പോവുക, അങ്ങനത്തെ ഒക്കെ ഇതില്ലേ, അതൊക്കെ വളരെയധികം കുറയും നിങ്ങൾ സ്ക്രഞ്ചീസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഓൾവേസ് എപ്പോഴും ഹെയർ ടൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്ക്രഞ്ചീസിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഹെയറിൽ നല്ലൊരു ഡിഫറൻസ് മനസ്സിലാവും. ആ ഹെയർ ബ്രേക്കേജ്, ഹെയർ ഡാമേജസ് അതൊക്കെ വളരെയധികം കുറയും. ആൻഡ് ഈ ഒരു എസെൻഷ്യൽ കിറ്റിലെ ലാസ്റ്റ് ഞാൻ ക്യാരി ചെയ്യുന്ന എലമെന്റ്, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുക എല്ലാവരും ക്യാരി ചെയ്യണം എന്ന് പറയുന്ന എലമെന്റ് വന്നിട്ട് ഇതാണ്. സേഫ്റ്റി പിൻസ് ആണ്. ബിക്കോസ് എപ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാൽ ഫങ്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഇട്ട് പോകുന്ന പുതിയൊരു ഡ്രസ്സ് ആണെങ്കിലും മേ ബി ഒരു ഫംഗ്ഷനിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസും എവിടെയെങ്കിലും ചാൻസസ് ഉണ്ട്. അപ്പോൾ സേഫ്റ്റി പിൻ എപ്പോഴും എന്താ പറയാ നമ്മളെ രക്ഷിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഓക്വേർഡ് മൊമെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. സോ എപ്പോഴും സേഫ്റ്റി പിൻ ക്യാരി ചെയ്യുക. എൻ്റെ ബാഗിൽ എപ്പോഴും ഞാനിപ്പോൾ ക്യാരി ചെയ്യാറുണ്ട്. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ലൈക്ക് സേഫ്റ്റി പിൻസ് എപ്പോഴും ക്യാരി ചെയ്യുക. ബിക്കോസ് എപ്പോഴാണോ ആവശ്യം വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
സോ ഇതായിരുന്നു എൻ്റെ എസെൻഷ്യൽ കിറ്റിൽ ഞാൻ ക്യാരി ചെയ്യുന്ന എൻ്റെ ആ 10 പ്രോഡക്ട്സ് വന്നിട്ട് എനിക്ക് എന്താ പറയുക ഓൺ എ ഡെയിലി ബേസിസിൽ മേ ബി എപ്പോഴും യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ എസെൻഷ്യൽ കിറ്റിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ പലതും ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മെഡിസിൻ റെഗുലർ ആയിട്ട് മെഡിസിൻസ് ഒക്കെ എന്തെങ്കിലും കഴിക്കുന്നവരാണ്, അലർജിയുടെ അല്ലെങ്കിൽ മൾട്ടി വിറ്റമിൻസ് ഒക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എസെൻഷ്യൽ കിറ്റിലേക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ആസ് ഓഫ് നൗ മെഡിസിൻസും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളുണ്ട് നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ മണി എസെൻഷ്യൽ കിറ്റിനകത്ത് തന്നെ വെക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്താ പറയുക, എല്ലാ കാശും നമ്മൾ വാലറ്റിൽ സൂക്ഷിക്കുന്നതിനും നല്ലത് എപ്പോഴും അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും, അതായത് ഇതുപോലത്തെ നിങ്ങൾക്ക് എസെൻഷ്യൽ കിറ്റിൽ ഒളിപ്പിച്ച് വെക്കാം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ബിക്കോസ് എപ്പോഴാണ് നമുക്ക് വാലറ്റ് ഒക്കെ മിസ്സായി പോവുക അല്ലെങ്കിൽ കാണാണ്ടായി പോവുക, പിക് പോക്കറ്റിംഗ് ഒക്കെ എപ്പോഴും ഉള്ളതാണ്. സോ അങ്ങനത്തെ ഒക്കെ ഒരു സമയത്ത് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഇതുപോലത്തെ ഒക്കെ പാക്കേജിൽ ആരെങ്കിലും നമ്മൾ എക്സ്ട്രാ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. സോ ഇതായിരുന്നു എൻ്റെ എസെൻഷ്യൽ കിറ്റ്. ഞാൻ ഡെയിലി ക്യാരി ചെയ്യുന്ന എൻ്റെ എസെൻഷ്യൽ കിറ്റിൽ ഞാൻ ക്യാരി ചെയ്യുന്ന എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന 10 പ്രോഡക്ട്സ്. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. സോ ദാറ്റ് ബാക്കിയുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ യൂസ്ഫുൾ ആവും. ഞാൻ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ആൻഡ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഡു നോട്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താഴെ കാണുന്ന റെഡ് ബട്ടൺ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ഓടിക്കോ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു.